കൃത്യം 4 ദിവസങ്ങൾക്ക് മുമ്പ് ഒരുപാട് സ്വപ്നങ്ങളുമായി അവർ രണ്ടുപേരും വിവാഹത്തോടെ പുതിയൊരു ജീവിതത്തിലേക്ക് പ്രവേശിക്കുകയായിരുന്നു. വീട്ടിലെ ഓമനയിൽ കളിച്ചു വളർന്ന അവൻ വലിയ വലിയ ഉയരങ്ങൾ കീഴടക്കാൻ തുടങ്ങി. അങ്ങനെ അവൻ നേവി ലഫ്റ്റനന്റ് കേണൽ വരെ ആയി മാറി. രാജ്യത്തെ സേവിക്കാനായി അവൻ്റെ ജീവിതത്തിൻ്റെ ഒരു പകുതി ഭാഗം തന്നെ അവൻ രാജ്യത്തിനു വേണ്ടി മാറ്റിവെച്ചു. രാപ്പകലില്ലാതെ അവൻ രാജ്യത്തിനും നാട്ടുകാർക്കുമായി അവൻ്റെ ജീവിത നാളുകളെല്ലാം മാറ്റിവെച്ചു. കലർപ്പിൻ്റെ കറകളില്ലാത്ത മനസ്സിന് ഉടമയായ അവൻ്റെ ജീവിതത്തിലേക്ക് ഒരു പങ്കാളിയായി ഹിമാൻഷി എത്തുകയായിരുന്നു. വെടിയുണ്ടകൾ നെഞ്ചിൽ തളച്ചു കയറി വേദനയേറ്റ ശരീരത്തിന് അരികിലിരിക്കുന്ന ആ ഭാര്യയുടെ ചിത്രം ലോകമെങ്ങും പൊട്ടിയ ഹൃദയത്തോടെയാണ് നോക്കിക്കൊണ്ടിരുന്നത്. കാശ്മീരിലേക്ക് ഹണിമൂൺ ട്രിപ്പിനായി പുറപ്പെട്ട അവരുടെ അടുത്തേക്ക് ഭീകര സംഘടനകൾ വരുന്നത് അവർ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. തോക്കുമായി അവരുടെ അടുത്തേക്ക് ഓടിവരുന്ന അവർ വിനയ് നിർവാളിൻ്റെ അടുത്തെത്തി, നീ ഹിന്ദുവാണോ എന്ന ഒരു ചോദ്യം. പിന്നീടൊന്നും ഹിമാൻഷിക്ക് ഓർത്തെടുക്കാൻ ശേഷിയുള്ള കാര്യങ്ങളല്ലായിരുന്നു അവിടെ സംഭവിച്ചിരുന്നത്. മതത്തിൻ്റെ പേരിൽ ചേരിതിരിച്ച് കലാപം സൃഷ്ടിക്കാനായി 26 ജീവനുകളാണ് തോക്കിന് മുന്നിൽ അവർ തളച്ചിട്ടത്. ഇതിൻ്റെ പിന്നിൽ ആരാണെന്നത് ഇപ്പോഴും ദുരൂഹതകളിൽ വാഴ്ത്തപ്പെടുന്നു. എങ്കിലും രാജ്യത്തിലെ തലവന്മാർക്ക് ഇതിൽ പങ്കുണ്ടെന്ന സംശയം പലരും ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ജീവിതത്തിലെ ഒരു സ്വപ്ന മുഹൂർത്തത്തിൻ്റെ സന്തോഷത്തിൽ അവർ ഹണിമൂൺ യാത്രയിലേക്ക് പ്രവേശിച്ചു. എന്നാൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളായിരുന്നു അവിടെ സംഭവിച്ചുകൊണ്ടിരുന്നത്. ഒരുമിച്ച് തോളോട് തോൾ ചേർത്ത് പുറപ്പെട്ട ഹിമാൻഷി തിരിച്ചു വരുന്നത് ചേതനയേറ്റ തൻ്റെ ഭർത്താവിൻ്റെ ശരീരവുമായാണ്. ചെറുപ്പം മുതലേ രാജ്യത്തിനു വേണ്ടി ജീവൻ അർപ്പിക്കാൻ അവൻ തയ്യാറായിരുന്നു. അവൻ്റെ മുത്തശ്ശൻ ഹവാസിൻ BSFിലും ഹരിയാന പോലീസിലും ഉണ്ടായിരുന്നു. അതിൽ പ്രചോദനം ഉൾക്കൊണ്ടാണ് അവൻ ഒരു നാവികസേന ഉദ്യോഗസ്ഥനായി മാറിയത്. വിവാഹ സൽക്കാരത്തിൻ്റെ തലേ ദിവസം വരെ ഉയർന്ന നാവികസേന പരീക്ഷയ്ക്ക് വേണ്ടി അവൻ ഉറക്കമൊഴിച്ചു പഠിച്ചിരുന്നു. അങ്ങനെ അവൻ്റെ വിവാഹത്തിനായി ഏപ്രിൽ 14-നും 19-നും ഇടയിലായി മണ്ഡപമൊരുങ്ങി. വിവാഹ സൽക്കാരത്തിന് ശേഷം അവർ അവരുടെ ഹണിമൂൺ ട്രിപ്പിനായി പ്ലാനിംഗ് ആരംഭിച്ചു. ആദ്യം അവർ യൂറോപ്പിലേക്ക് പോകുന്നതിനെ കുറിച്ച് ചിന്തിച്ചു. എങ്കിലും വിസയുടെ പ്രശ്നം കാരണം അവർ കാശ്മീരിലേക്ക് തന്നെ യാത്ര തിരിച്ചു. അവർക്കറിയുമായിരുന്നില്ല ഈ സെലക്ഷൻ അവരെ കൊണ്ടെത്തിക്കുന്നത് വലിയൊരു പടുകുഴിയിലേക്കാണെന്നത്. ഇത് അവൻ്റെ അവസാനത്തെ ചുവടുവെപ്പാണെന്നതും അവൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ലായിരുന്നു. അങ്ങനെ അവരുടെ യാത്ര കാശ്മീരിലെ പെഹൽഗാമിലെത്തി. സന്തോഷവും സമാധാനവും ഒന്നിച്ച് ലഭിക്കുന്ന ആ പ്രദേശത്തിൻ്റെ ആസ്വാദനത്തിൽ അവർ അലിഞ്ഞു ചേർന്നു. കാശ്മീരിൻ്റെ താഴ്വാരങ്ങളിൽ തണുത്തുറച്ച കാറ്റിൻ്റെ താളത്തിൽ അവരുടെ ജീവിതം അവർ മനോഹരമാക്കി തുടങ്ങി. ജീവിതത്തിലേക്കുള്ള പല പ്ലാനിങ്ങുകളും അവർ ഈ സമയം കൊണ്ട് നിർമ്മിച്ചിട്ടുണ്ടാവാം. എന്നാൽ അവരുടെ ഒന്നിച്ചുള്ള ജീവിതത്തിൻ്റെ ആയുസ് തീരാറായ കാര്യം അവർക്കറിയില്ലല്ലോ. 2 വർഷത്തോളം രാജ്യത്തിന് വേണ്ടി സേവനമർപ്പിച്ച് കൊച്ചി നേവൽ ബേസ് ക്യാമ്പിലേക്ക് മെയ് 3-ാം തീയതി തിരിച്ചെത്താനായിരുന്നു അവരുടെ പ്ലാൻ. ശേഷം മെയ് 7-ാം തീയതി അവൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കാനും അവർ പദ്ധതിയിട്ടിരുന്നു. ഇനി ആ വിനയ് നിർവാളിൻ്റെ ബർത്ത്ഡേക്ക് കേക്ക് മുറിക്കാൻ അവൻ ഈ ലോകത്ത് ജീവിച്ചിരിപ്പില്ല. സന്തോഷത്തോടെ കാശ്മീരിലേക്ക് പുറപ്പെട്ട അവർ ഡൽഹി വിമാനത്താവളത്തിൽ ചേതനയേറ്റ തൻ്റെ ഭർത്താവിൻ്റെ ശരീരവുമായി അവൾ തിരിച്ചു വരുന്ന ഹൃദയഭേദകമായ ആ കാഴ്ച ആർക്കും സഹിക്കാൻ കഴിയാത്തതിലും അപ്പുറമാണ്. ധീരയോദ്ധാവിനെ അന്ത്യാഭിവാദ്യം നേർന്നുകൊണ്ടുള്ള ഹിമാൻഷിയുടെ ആ ശബ്ദം അവളുടെ കഴുത്തിൽ കിടക്കുന്ന താലിയിൽ വരെ വേദന നിറക്കുന്നതായ മായ മുറിവായി അവന് എന്നേക്കുമായി ഈ ലോകത്ത് നിന്നും യാത്രയായി.